ആലപ്പുഴയിൽ മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി ബോട്ടിങ് നമ്മുടെ മലപ്പുറത്തും ഉണ്ട്. മലപ്പുറത്തെ ബോട്ടിങ് കാഴ്ചകളാണ് കേട്ടോ ഇത്. അതായത് നിസ്സാര പൈസയ്ക്ക് നമുക്ക് ബോട്ടിങ് നടത്താം. ആ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരു ബോട്ടിങ് അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം നമ്മൾ ആലപ്പുഴക്കാരനാണെങ്കിലും ആലപ്പുഴയിലുള്ള നമ്മുടെ കായൽ സവാരി ഒക്കെ നമ്മൾ കിട്ടാറുണ്ടെങ്കിലും ഈ ഭാരതപ്പുഴയിലൂടെ നമ്മുടെ നിളയിലൂടെയുള്ള ഈ ഒരു ബോട്ടിംഗ് അനുഭവം ഒരു വല്ലാത്തൊരു സുഖം തന്നെയാട്ടോ. നമ്മൾ കാണാത്ത പല കാഴ്ചകളും അവിടെ നമുക്ക് ലഭിക്കും. ഇത് ശരിക്കും നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ. അതായത് ഒരു 20 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ഒരു ജെട്ടിയിലേക്കൊക്കെ പോകാനുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണിത്. ഈ ഒരു ബോട്ടിംഗ് സർവീസ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് നാട്ടുകാർ തന്നെയാണ്. കാരണം അവർക്ക് വേണ്ടിയുള്ളതാണിത്. പക്ഷേ നമ്മളെപ്പോലെയും വല്ലപ്പോഴെങ്കിലൊക്കെ ആളുകളൊക്കെ വരാറുണ്ട്, വന്ന് ഈ കാഴ്ച ആസ്വദിക്കാറുമുണ്ട്. നിളയുടെ വശ്യമനോഹാരിത, ഭാരതപ്പുഴയെ അറബിക്കടൽ ഏറ്റുവാങ്ങുന്ന അഴിമുഖത്തെ സൗന്ദര്യ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ ഒരു ഉല്ലാസയാത്ര നമുക്ക് നടത്താം. അഴിമുഖത്ത് നിന്ന് കയറി നമുക്ക് പൊന്നാനിയിലെ കാഴ്ചകളും കർമ്മ റോഡും എല്ലാം കണ്ട് ഇവിടത്തെ അസ്തമയവും എല്ലാം കണ്ട് നമുക്ക് പോകാം. പുഴയും കടലും കൈകോർത്ത് കിടക്കുന്ന പൊന്നാനിയുടെ ഓളപ്പരപ്പിൽ തരംഗമായി നമുക്ക് നടക്കാം. ഇതുകൂടാതെ തന്നെ ഇവിടുത്തെ ജല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ബോട്ടും സംവിധാനവും എല്ലാം ഉണ്ട്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് ഈ ഓളപ്പരപ്പിലൂടെ ഒരു ഉല്ലാസയാത്രയൊക്കെ നടത്തുകയും ചെയ്യാം. ബോട്ട് യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത് ജല ടൂറിസം തന്നെയാണ്. പുഴയും കടലും സംഗമിക്കുന്ന പൊന്നാനിയിലെത്തുന്നവർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുന്നതാണ് ഇവിടുത്തെ ജലയാത്ര. 5 ബോട്ടുകൾ മറ്റോ ആണ് പൊന്നാനിയിൽ ഇപ്പോൾ ഉല്ലാസയാത്ര നടത്തുന്നത്. ആലപ്പുഴയിലെ ശിക്കാര മാതൃകയിലുള്ള ടൂറിസ്റ്റ് ബോട്ടും ഇവിടെയുണ്ട്. പൊന്നാനിയിലെ ജല ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് കൂടുതൽ പേർ ബോട്ട് സർവീസ് നടത്തുന്നതായിട്ടുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഹാർബറിന് സമീപത്തു നിന്നും നിളയോരത്തെ കർമ്മ റോഡിനോട് ചേർന്നുമൊക്കെയാണ് ജെട്ടികളുള്ളത്. സൂര്യാസ്തമയം കണ്ടും ജലയാത്രയുടെ അനുഭൂതി ആസ്വദിച്ചുമുള്ള ചെറിയൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈകുന്നേരങ്ങളാണ് ഏറ്റവും നല്ലത്. വൈകിട്ട് 3 മണിയോടെയൊക്കെ നമ്മൾ യാത്ര ചെയ്താൽ നല്ലതായിരിക്കും. കർമ്മ റോഡിനരികിലൂടെ എത്തി ചമ്രവട്ടം പാലവും കണ്ട ശേഷം പൊന്നാനി ഹാർബറും അഴിമുഖവും പടിഞ്ഞാറേക്കരയും ചുറ്റിയ ശേഷം തിരിച്ച് ജെട്ടിയിലെത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ബോട്ടിന്റെ ചാർജ് എന്ന് പറയുന്നത് 20 രൂപയാണ്.